ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. സാഗരെ, ആരാ എന്റെ ഏട്ടനെ കൊന്നത്? സാഗരെ, ആരായിരിക്കും? എന്താ വക്കീലെ? ഞങ്ങള് വക്കീലന്മാര് ഒരു വിൽപത്രം കിട്ടിയ അതെങ്ങനെ അസാധുവാക്ക എന്ന മാർഗമാണ് ആദ്യം പരിശോധിക്കുക. പക്ഷേ ദിയയുടെ അച്ഛൻ രാജീവ് മേനോൻ എഴുതി വച്ച ആ വിൽപത്രം വായിച്ചപ്പോ രാജീവ് മേനോനെ ആരോ കൊല്ലുമെന്ന് അയാള് വിശ്വസിച്ചിരുന്നു. വക്കീലേ, അങ്ങനെ വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ ഇത്ര പഴുതുകളില്ലാതെ ഒരു വിൽപത്രം തയ്യാറാക്കില്ല, അതും ഇത്ര ചെറുപ്പത്തിൽ. സാഗരെ, ആരാ എന്റെ ഏട്ടനെ കൊന്നത്? സാഗരെ, ആരായിരിക്കും? ആ ആക്സിഡന്റ് കൊലപാതകമായിരുന്നോ? എനിക്കറിയണം. വക്കീലെ, താൻ വലിയ CBI ഒന്നും കളിക്കണ്ട, വന്ന കാര്യം ചെയ്താൽ മതി. രാജീവളിയന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും രാഗിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അതിന്റെ ഇടയില അയാളുടെ കുറ്റാന്വേഷണം. സോറി. എടോ, രാഗിക്ക് അവളുടെ ഏട്ടന്റെ മകൾ ദിയെ തിരിച്ചു വേണം. അതിന് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് ഒഴിവാക്കി വിട്ടതാണ് ആ കുട്ടിയെ. അത് മറക്കരുത്. താൻ പറയുന്നങ്ങ് കേട്ടാ മതി. ഞങ്ങക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നില്ല. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞായിട്ട് വളർത്തണം. അതാ രാഗിയുടെ ആവശ്യം. എന്റെ രാജീവളിയന്റെ രക്തം ദിയമോള്. കോടതിയിൽ കുഞ്ഞിന്റെ സമ്മതം ചോദിക്കും. കുഞ്ഞിനെ വന്ദനയോടൊപ്പം നിൽക്കാനാണ് താല്പര്യമെന്നേ പറയൂ. അങ്ങനെ വരുമ്പോ വക്കീലേ, എന്നാ അങ്ങനെയല്ല. സ്ഥിതിഗതികൾ മാറി. കുട്ടി ഇപ്പൊ വന്ദനയ്ക്കൊപ്പം അല്ല. ഞാൻ പറയുന്ന നിയമസാധ്യത വെച്ച് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം. മതി, ദിയയെ തിരികെ കൊണ്ടുവരാൻ ഇതൊക്കെ ധാരാളം. ദിയമോൾ എനിക്ക് വേണം, എങ്ങനെയായാലും. വന്ദന എന്ന് പറയുന്ന നശൂലം പിടിച്ച ഒരുത്തിക്ക് എന്റെ ഏട്ടന്റെ മകളെ ഞാൻ കൊടുക്കില്ല. സാഗരെ, വക്കീലിന് ഫീസ് എന്താന്ന് വെച്ചാൽ കൊടുക്കണം. വക്കീലെ, താൻ മാന്യത കളിക്കാതെ തറ കളിക്ക് നിന്നാ തന്നെ ഞാൻ രക്ഷപ്പെടുത്തും. ആദ്യം ദിയെ രാഗിക്ക് സ്വന്തമാക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണം. പിന്നെ ദിയെ ഇവിടെ വന്നാൽ അവളെ ആരും കാണാത്ത രീതിയിൽ ഞാൻ കൊന്നൊടുക്കും. ഒരു തമാശ
വക്കീലൊന്നൊപ്പം നിന്ന് തന്നാ മതി. ബാക്കി കാര്യങ്ങൾ സാഗർ ചെയ്തോളാം. പിടിക്ക്. 1,00,000 രൂപയുണ്ട്. ഇത് ആദ്യം കേടു. കാര്യം കഴിഞ്ഞാൽ ഇതുപോലെ വന്നോണ്ടേയിരിക്കും. ശരി എന്നാ. കള്ള റാസ്കൽ, ഇവനെയൊന്നും വിശ്വസിച്ചൂടാ. തീയെ കൈ കിട്ടിയ ആദ്യം ഇവനെ തട്ടണം, പിന്നെ തീയ. ചന്ദ്രിക ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കും മോളെ. വിളിച്ചു അമ്മേ, സ്വിച്ച് ഓഫാ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. എന്തു ചെയ്യാനും മടിക്കാത്തവരാ അവന്മാര്. ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നിന്റെ 2 ആമക്കള് അകത്ത് കയറി ഇരിപ്പുണ്ടല്ലോ, ശവങ്ങള്. എത്തിയില്ലോ. അമ്മേ, എന്നെയും കൂടി ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ. അച്ഛൻ ആരോടും വഴക്കിനും വക്കാണത്തിനൊന്നും പോവില്ല. പണം അടയ്ക്കാൻ കുറച്ചു ദിവസം കൂടി നീട്ടിത്തരണമെന്ന് പറയാൻ പോയതല്ലേ, അല്ലാതെ തർക്കത്തിനൊന്നും പോയതല്ലല്ലോ. അച്ഛൻ ഇങ്ങ് വരും. ആ വിനു അവിടെ മിണ്ടാപ്രാണിയാണെങ്കിൽ ഒരു സങ്കടം വരുമ്പോ അവൻ കൂടെ കണ്ടേനെ. അവരിതെങ്ങോട്ടാ പോയേ? ഇല്ല മുത്തശ്ശി, വിനു അങ്കിള് രാവിലെ പോയി. എന്നോട് പറയാതെ അവനിത് എവിടെയാ പോയേ രാവിലെ? ഇവിടെ എന്തൊരു വട്ടമേശ സമ്മേളനം. പ്രകാശ് അങ്കിളെ, അച്ഛനെ കാണാതെ എല്ലാരും വിഷമിച്ചിരിക്ക. ഓരോരുത്തന്മാർ ഓരോന്ന് ചെയ്തു കൂട്ടിയന്റെ ഫല അനുഭവിക്കട്ടെ.